നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ തുടക്കമായി. 100ലധികം സ്കൂളുകളിൽ നിന്നായി 6000 വിദ്യാർത്ഥികൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു പതാക ഉയർത്തി. കലോത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥയുമുണ്ടായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, RP ബഷീർ, സുഹറ ബക്കർ, അസീസ് മന്നലാകുന്ന്, ജോഷി ജോർജ്, TM ലത, ഷബീർ കലയിൽ, TT സുമ തുടങ്ങിയവർ പ്രസംഗിച്ചു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം 7 വൈകിട്ട് 5 കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ തത്സമയ കാഴ്ചകൾ CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം CCTV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഉപജില്ലാ കലോത്സവ വേദിയിൽ CCTV സ്റ്റുഡിയോ സജ്ജം. കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബൈജു മാസ്റ്റർ നാടമുറിച്ച് CCTV സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി ജോർജ് മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, പ്രോഗ്രാം ന്യൂസ്, ലൈവ്, ബ്രോഡ്ബാൻഡ് വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡയറക്ടർമാരായ KC ജോസ്, VK പ്രമോദ്, NV അബ്ദുസമദ്, CCTV മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ CCTV ചാനലുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന CCTVയുടെ ഉദ്യമം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണർന്നിരിക്കുകയാണ്. 4 ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം പുരോഗമിക്കുന്നത്. ഇനിയുള്ള 3 ദിവസങ്ങളിലും കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി CCTV തത്സമയ സ്റ്റുഡിയോ ഇവിടെ സജ്ജമാണ്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ബൈജു സാറാണ്. സാർ, നാട് മുറിച്ചുകൊണ്ട് നമുക്ക് ഇനോഗ്രേഷൻ ചെയ്യാം. പരിപാടി നടക്കുന്നതിന് ഒരു 15-20 ദിവസം മുന്നേ തന്നെ ഇതിന് മുന്നൊരുക്കങ്ങൾ നടത്തും. KSTAക്കാണ് ഈ പ്രോഗ്രാം നടത്തേണ്ട ചാർജ്. അതിൽ KSTAയുടെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സ് ഒരു 10-20 ദിവസമായി നമ്മൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചത്. പിന്നെ അതിനോടൊപ്പം തന്നെ അറബി കലോത്സവം നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, സംസ്കൃത കലോത്സവം നടക്കുന്നുണ്ട്. അത്രയും വിപുലമായ ഏകദേശം 160ഓളം സ്കൂളുകളിൽ നിന്ന് വരുന്ന 8000 കുട്ടികളാണ് ഈ മേളയിലെ മാറ്റിവെക്കുന്നത് എന്നാണ്. ഈ കോസ്റ്റൽ ബെറ്റിലെ നല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ KSTA ഒറ്റക്കെട്ടായിട്ടാണ് ഈ മേളയെ അഭിമുഖീകരിച്ച് പ്രോഗ്രാം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. മീഡിയാസാണ് ഇതിന്റെ ശക്തി. ആസ്വാദകരൊക്കെ വരണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കലോത്സവം നടക്കണമെങ്കിൽ മീഡിയാസിന് പങ്ക് ചെറുതല്ല. അപ്പൊ നിങ്ങളാണ് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് കൂടുതൽ ആസ്വാദകരനെ ഇവിടേക്ക് കൊണ്ടുവരണം. അവർക്ക് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഈ പരിപാടി കൂടുതലും നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, ഒപ്പം കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവ് വളർത്തുന്നതിന് വേണ്ടിയിട്ട്, കലാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അത് നല്ലൊരു കലാഹൃദയം ഉണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാകും എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ ആസ്വാദകരാണ് കൂടുതൽ വരേണ്ടത്. അത് നിങ്ങളുടെ മീഡിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് ഈ ഒരു കലയുടെ മാമാങ്കം ഇന്നിവിടെ നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അത് ചാവക്കാട് ഉപജില്ലാ കലോത്സവവും അതുപോലെ തന്നെ കുന്നംകുളം ഉപജില്ലാ കലോത്സവം എരുമപ്പെട്ടിയിൽ വെച്ചിട്ട് അതും ലൈവായിട്ട് തന്നെ ഇതേപോലെ തന്നെ 3 ദിവസം നമ്മൾ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു കലയുടെ മാമാങ്കം ഇത് സൗഹാർദ്ദത്തിന്റെയും അതുപോലെ കുട്ടികൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും ഒരു മാമാങ്കമായി തീരട്ടെ. ഇതിന്ന് രക്ഷിതാക്കളുടേതായിട്ടുള്ള ഒരു മാമാങ്കമായിട്ട് ഇത് മാറാതിരിക്കട്ടെ എന്ന പ്രത്യാശയോട് കൂടിയും അതുപോലെ തന്നെ CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 7000-ൽ പരം വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും അവരുടെ ജീവിതത്തിൽ എന്നും ഈ ഒരു കലോത്സവം ഒരു അനുഭവം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഓർമ്മയുമായി വരാവുന്ന രീതിയിലേക്ക്
ഉന്നതിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു കലോത്സവമായിട്ട് ഇത് മാറട്ടെ. കാര്യങ്ങളിലും ഇതൊരു നല്ല കലോത്സവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ലൈവായി കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിനും തുടർന്നും ഇനി വരുന്ന എല്ലാ കലോത്സവങ്ങളും നമ്മൾ ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരും അതിന് സഹകരണമെന്ന് മാത്രം പറഞ്ഞുകൊടുക്കുന്നു. നമ്മുടെ CCTVയുടെ തത്സമയ സംപ്രേഷണം, ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിരവധിയായ വേദികളിൽ നിരവധിയായ പരിപാടികളിൽ 6000-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന അവരുടെ മത്സരങ്ങൾ മാറ്റിവെക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ 10-20 വർഷമായി തുടർച്ചയായി എല്ലാ വർഷവും ചാവക്കാട് ഉപജില്ല, കുന്നോളം ഉപജില്ല, ജില്ലാ കലോത്സവങ്ങൾ എന്നീ തുടങ്ങി നിരവധിയായ പരിപാടികൾ സ്ഥിരമായി ലൈവ് ടെലികാസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത്. 1,00,000-ൽ പരം വീടുകളിൽ ഇത് എത്തിച്ചേരും. കൂടാതെ ഞങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും മറ്റു മീഡിയകളിലും ഒക്കെ വളരെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ലൈവ് ടെലികാസ്റ്റും എത്തും. അതുപോലെ തന്നെ എല്ലാ വേദികളിലുമുള്ള കുട്ടികൾക്ക് എല്ലാ വേദികളിലും നമുക്ക് തത്സമയം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എല്ലാ വേദികളിലും മത്സരാർത്ഥികളിൽ വിജയികളായിട്ടുള്ളവർക്ക് ഈ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരവും കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. CCTVയുടെ പേരിൽ വളരെ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് മോഹിനിമാരുടെ കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു. വേദനയെ പരിഗണിക്കാതെ നിറഞ്ഞാടി ഒന്നാമതെത്തിയ വൈഗയും മോഹിനിയാട്ട മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായി. കസവുകരയുള്ള ചേല മനോഹരമായി ഞൊറിഞ്ഞെടുത്ത് നെറ്റിയിൽ ചുട്ടിയും കാതുകളിൽ തോടയും കൊടക്കടുക്കനും കഴുത്തിൽ നാഗപടത്താലിയും തുടങ്ങി ആഭരണങ്ങളണിഞ്ഞ് അരങ്ങിൽ നിറഞ്ഞാടിയ കുട്ടികളുടെ പ്രകടനം കാണികളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയതെങ്കിലും അത് മത്സരാവേശത്തിനെ ഒട്ടും ബാധിച്ചില്ല. 6ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഹൈസ്കൂൾ വിഭാഗം മത്സരം കാഴ്ച വസന്തമൊരുക്കി. കുട്ടികൾ ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് GSSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഗ സുഭാഷ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. മത്സരത്തിന് മുമ്പ് ഇടതുകൈക്കേറ്റ പരിക്കുകളൊന്നും വൈഗയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചില്ല. മോഹിനിയാട്ടത്തിന് ശേഷം കേരള നടനത്തിലും നാടോടി നൃത്തത്തിലും വൈഗ മത്സരിക്കുന്നുണ്ട്. വേദനയ്ക്കിടയിലും 1ാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വൈഗ. ആവേശമായി ഉപജില്ലാ കലോത്സവത്തിലെ ബാൻഡ് മേള മത്സരം. താളബോധം, അച്ചടക്കം, ഏകാഗ്രത, കായികക്ഷമത എന്നിവ സമന്വയിച്ച 20 മിനിറ്റിൽ 20 പേർ ചേർന്നൊരുക്കിയ ദൃശ്യതാള വിസ്മയമായി മാറി ബാൻഡ് മത്സരം. സിദി സാഹിബ് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ടിൽ നടന്ന മത്സരം കാണികളെയും ആവേശത്തിലാക്കി. മത്സരം കാണാൻ കാണികളുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. മമ്മിയൂർ LFCGHS, ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂൾ, ബ്രഹ്മകുളം സെന്റ് തെരേസ സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ബാൻഡുമേളത്തിൽ മാറ്റുരച്ചത്.
ആഞ്ഞു ചവിട്ടുന്ന ചുവടുകൾക്കൊപ്പിച്ച് ഡ്രം ബീറ്റും ബ്യൂഗിളും ശബ്ദിച്ചപ്പോൾ കാണികളും വലിയ ആവേശത്തിലായി. മത്സരത്തിൽ മമ്മിയൂർ LFCGHS സ്കൂൾ ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു വാർത്തകളിലേക്ക്. പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച നിലപ്പന്തൽ തകർന്നു വീണ് തൊഴിലാളിക്ക് പരിക്ക്. ഗുഡ്സ് ലോറി തകർന്നു. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി സ്ഥാപിച്ച വൈദ്യുതി ദീപാലങ്കാര പന്തൽ റോഡിലേക്ക് തകർന്നു വീണു. പന്തൽ നിർമ്മാണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളി പ്രദീപിനാണ് പരിക്കേറ്റത്. നവംബർ 1-2 തീയതികളിലായി ആഘോഷിച്ച സെന്റ് ഗ്രിഗോറിയോസ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി ഉയർത്തിയ പന്തൽ ബുധനാഴ്ച പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഈ സമയം റോഡിലൂടെ പോവുകയായിരുന്ന ഗുഡ്സ് വാഹനത്തിന് മുകളിലേക്കാണ് പന്തൽ തകർന്നു വീണത്. വാഹനത്തിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു. ചിറക്കൽ സ്വദേശി ലിനീഷ് ഓടിച്ചിരുന്ന മിനി ഗുഡ്സ് ലോറിയാണ് തകർന്നത്. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റി സ്ഥാപിച്ച വൈദ്യുതി ദീപാലങ്കാര പന്തലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ തകർന്നു വീണത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരത്തംകോട് സെന്ററിലായിരുന്നു പന്തൽ ഒരുക്കിയിരുന്നത്. പരിക്കേറ്റ തൊഴിലാളിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30-യോടെയാണ് സംഭവം. ഷബീറിന്റെ അനിയന്റെ 12 വയസ്സുള്ള മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് ഷബീറിന് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ യുവാവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിൽ തലക്കേറ്റ മുറിവിൽ 5ഓളം തുന്നലുകൾ ഉണ്ട്. ആനയുടെ തോട്ടിക്കൊണ്ടുള്ള മർദ്ദനത്തിലാണ് യുവാവിന് തലയ്ക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതികൾക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർച്ചയായി ലഹരി വിപണന കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പിറ്റ് NDPS ചുമത്തി അകലാട് സ്വദേശിയെ ജയിലിലടച്ചു. അകലാട് 3 ഇനി കൊട്ടിലിൽ വീട്ടിൽ ഷറഫുദ്ദീൻ എന്ന അഷ്റഫിനെയാണ് തൃശൂർ സിറ്റി പോലീസ് പിറ്റ് NDPS നിയമപ്രകാരം ജയിലിലടച്ചത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന KC ബൈജു തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ഉത്തരവിട്ടത്. എടപ്പാളിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2016-ൽ പാലക്കാട് ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേസിൽ കോടതി ഇയാളെ 7 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. ഈ കേസിൽ അപ്പീൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ അഷ്റഫ് തുടർന്നും മയക്കുമരുന്ന് വിൽപ്പന തുടരുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ മണ്ണുത്തി ഇൻസ്പെക്ടർ KJ ജിനേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോജു, ഡാൻസ് സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ രാകേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജീവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിഗേഷ്, റിജിൻ ദാസ്, ശരത് എന്നിവരും ഉണ്ടായിരുന്നു. സബ് ജൂനിയർ സംസ്ഥാന ഹോക്കി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട TS മഹീന്ദ്രന് കാട്ടകമ്പാൽ കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ സമ്മാനിച്ചു. നിരവധി കായിക പ്രതിഭകളെ സൃഷ്ടിച്ച പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും നാടിന്റെയും യശസ് ഉയർത്താൻ മഹിക്ക് കഴിയട്ടെയെന്ന് K ജയശങ്കർ ആശംസിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി മഹീന്ദ്രനെ ത്രിവർണ ഷാൾ അണിയിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് ഭാരവാഹികളായ ശശിധരൻ കണ്ടമ്പുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സ്മിത ഷാജി, ധന്യ മണികണ്ഠൻ, സുബ്രു ഐനൂർ, KK ഇക്ബാൽ, CC സക്കറിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ പനങ്ങാവിൽ സത്യൻ ധന്യ ദമ്പതികളുടെ മകനാണ് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മഹീന്ദ്രൻ. ജില്ലയിൽ നിന്ന് സബ് ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാന ഹോക്കി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 പേരിൽ ഒരാളാണ് മഹി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ ചൂണ്ടൽ കുന്നിൽ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കിന്റെയും സാമൂഹിക പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്കും സാമൂഹിക പഠന കേന്ദ്രവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ANC വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, PS സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MP മാറ്റ്ലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ MK ആന്റണി, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ MB പ്രവീൺ,
എം പീതാംബരൻ, വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗേൻസ് സുറിയാനി പള്ളിപ്പെരുന്നാൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാൾ വൈദ്യുതി ദീപാലങ്കാരം വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി സ്വിച്ച് ഓൺ ചെയ്തു. ബുധൻ വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരത്തിന് സിറിൽ മോർ ബസേലിയോസ് മെത്രോപൊലിത്ത കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്തം, നേർച്ച വിതരണം എന്നിവ നടക്കും. രാത്രി വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 8-ന് പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ കുർബാനയ്ക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മോർ ബസേലിയോസ് മെത്രോപൊലിത്ത കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പകൽ പെരുന്നാൾ വൈകിട്ട് 5-ന് സമാപിക്കും. തുടർന്ന് പള്ളിക്കു ചുറ്റും കൊടിയും സ്ലീബായും ആശീർവാദം, ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി MV രാജു, ട്രഷറർ C ബോബൻ പോൾ എന്നിവർ നേതൃത്വം നൽകും. 5-ാം തീയതി വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ളതായ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. പിന്നെ ദേശക്കാരുടെ വാദ്യഘോഷങ്ങളുള്ളതായ ഘോഷയാത്രകളും ഉണ്ടായിരിക്കും. 6-ാം തീയതി രാവിലെ 8 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8:30 അഭിനേസന്മാർ ബസേലിയോസ് മെത്രോപൊലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും വൈകിട്ട് 5 മണിക്ക് പ്രദക്ഷിണവും. സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ലെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനവും വസ്തുതകൾ മറച്ചുവെച്ചുള്ള കള്ളവുമാണെന്ന് കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. 21-ാം വാർഡ് കോട്ടോൽ ചുള്ളിയിൽ കുട്ടിമാളുവിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി നേതാക്കൾ. പഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്ര പട്ടിക തട്ടിപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിദരിദ്രരായ പലരും പട്ടികയിലില്ല. ഉള്ളവരാകട്ടെ ഇപ്പോഴും അതിദരിദ്രരായി തന്നെയാണ് കഴിയുന്നത്. മേൽക്കൂര പോയ ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് വിധവയും നിരാശ്രയയുമായ കുട്ടിമാളു ഇപ്പോഴും ജീവിക്കുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതിൽ ഒന്നു മാത്രമാണ് കുട്ടിമാളു. ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ് കേരള ജനതയെ വഞ്ചിക്കുന്ന നിലപാടെടുത്തതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത ഒരു കേരളം കെട്ടിപ്പടുത്തു കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി പച്ച നുണ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു കൂടിയാണ് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ഈ വീടിൻ്റെയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ശോച്യാവസ്ഥയുടെ പേരിൽ കുട്ടിമാളുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീഴാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജനാധിപത്യ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാവ് NK അലി പറഞ്ഞു. കുട്ടിമാളുവിന്റെ കണ്ണിൽ നിന്ന് ഇനി ഒരു തുള്ളി കണ്ണുനീര് പൊടിയാൻ അനുവദിക്കില്ലെന്നും ഇവരുടെ വീട് പുനർനിർമ്മിച്ചു നൽകാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണെന്നും NK അലി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PK ദേവദാസ്, നേതാക്കളായ K വിശ്വംഭരൻ, ശിവരാമൻ, MM മഹേഷ്, MH ഹക്കീം, ജമാൽ കോട്ടോൽ തുടങ്ങിയവരും അലിക്കൊപ്പമുണ്ടായിരുന്നു. നിയുക്ത മാളികപ്പുറം മേൽശാന്തി മുട്ടത്ത് മഠം MG മനു നമ്പൂതിരിക്ക് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ശബരിമല മേൽശാന്തി ഏഴനൂർ മന പ്രസാദ് നമ്പൂതിരി ഓൺലൈനായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോഹൻദാസ് ചേലനാട്ട് ഹാരമണിയിച്ച് മേൽശാന്തിയെ സ്വീകരിച്ചു. തുടർന്ന് മേൽശാന്തിയെയും കീഴടം രാമൻ നമ്പൂതിരിയെയും പൊന്നാട ചാർത്തി ആദരിച്ചു. മുഴുവൻ സമയ ക്ഷേത്രപ്രവർത്തകനായ EV ശശിയെ ഷാൾ അണിയിച്ച് മേൽശാന്തി ആദരിച്ചു. പ്രസിഡന്റ് MB സുധീർ, V പ്രേംകുമാർ, MT ബാബു, CK ബാലകൃഷ്ണൻ, PC വേലായുധൻ, സീന സുമേഷ്, പ്രീത ശിവദാസ്, MS ഷിജു, MT ഗിരീഷ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ CDS 1 ADS 22 മാണിക്യത്തുപടിയുടെ വാർഷികാഘോഷം പുലിമാന്തിപ്പറമ്പ് EK നായനാർ സ്മാരക ഹാളിൽ നടന്നു. വാർഡ് കൗൺസിലർ PV മധുസൂദനന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CDS 1 ചെയർപേഴ്സൺ അമ്പിളി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്ധവിദ്യാർത്ഥിയായ ബിനു കൃഷ്ണയുടെ ഓടക്കുഴൽ സംഗീതവും കവിതാലാപനവും പരിപാടിയിൽ ശ്രദ്ധേയമായി. SSLC, +2, ഫുൾ A+ ജേതാക്കളെയും മികച്ച കലാപ്രതിഭകളെയും ആദരിച്ചു. അയൽക്കൂട്ടം അംഗത്തിന്റെ മകൾക്ക് വിവാഹ ധനസഹായം നൽകി. ADS ചെയർപേഴ്സൺ സിന്ധു ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ADS അംഗം സുജ അരവിന്ദൻ നന്ദിയും പറഞ്ഞു. കേരളീയം 2025 കേരളപ്പിറവി വാരാചരണ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന കമ്മിറ്റി
ഒക്ടോബർ 31 മുതൽ നവംബർ 5 വരെ സംഘടിപ്പിക്കുന്ന പദ്ധതിയോടനുബന്ധിച്ച് തൃത്താല പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ പ്രതാപ് നിർവഹിച്ചു. പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തെയും ബ്രൗഷറും സംസ്ഥാന കോർഡിനേറ്റർ എൻ ഷാജി തോമസ് കൈമാറി. പോലീസ് ഉദ്യോഗസ്ഥരായ PRO ജോൺസൺ ജോസഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ OV സുജേഷ്, സിവിൽ പോലീസ് ഓഫീസർ PM മുനീർ, സ്റ്റേഷൻ റൈറ്റർ P രമേശ്, അസിസ്റ്റന്റ് റൈറ്റർ OK സ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു. വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ആഭിമുഖ്യത്തിൽ വയോശ്രീ യോജന സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. ലിവ ടവറിൽ BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി ദിവ്യാക്ഷ കേന്ദ്രം കോഴിക്കോട് അലിംകോ പ്രതിനിധി അജിത് കുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത്, PJ ജെബിൻ എന്നിവർ പങ്കെടുത്തു. 100 വയോജനങ്ങൾക്ക് വിവിധ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് കടവലൂർ പഞ്ചായത്ത് വടക്കുമുറി വാർഡ് സമ്മേളനം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി കടവലൂർ ഇന്ദിരാജി സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച റാലി വടക്കുമുറി സെന്ററിൽ സമാപിച്ചു. മുസ്ലിം ലീഗ് വാർഡ് ഉപദേശക സമിതി ചെയർമാൻ AA സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കല്ലാട്ടയിൽ മുഖ്യാതിഥിയായി. പാലക്കാട് ജില്ലാ പ്രവർത്തക സമിതി അംഗം സുബൈർ കോഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ, MSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീഖ് ആസിം, യൂത്ത് ലീഗ് കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് MM നാസർ, കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബു മുസ്ലിയാർ, ജോയിന്റ് സെക്രട്ടറി ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് ജോയിന്റ് സെക്രട്ടറി PM സുഹൈൽ സ്വാഗതവും KMCC അൽഹസ കമ്മിറ്റി സെക്രട്ടറി MM ജമാൽ നന്ദിയും പറഞ്ഞു. അന്ധകാരത്തിൽ അടിപതറാത്ത ആലാപന മികവുമായി ബിനു കൃഷ്ണ. തന്റെ പ്രതിഭയുടെ വെളിച്ചത്തിൽ ചുറ്റുമുള്ള ലോകത്തെ പ്രകാശപൂരിതമാക്കുകയാണ് ഈ കൊച്ചുകലാകാരൻ. ഗുരുവായൂർ കർണങ്കോട്ട് ബസാർ സ്വദേശിനി നിമ്മയുടെയും ജയനാരായണന്റെയും മൂത്തമകനായ ബിനു കൃഷ്ണയ്ക്ക് ജനനം മുതലേ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ ആലാപന മികവുകൊണ്ട് പൊതുവേദികളിൽ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ബിനു. ആലുവയിലുള്ള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന വിദ്യാലയത്തിലാണ് പഠനം. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് കലാരംഗത്ത് ബിനു കൃഷ്ണനെ മുന്നോട്ട് നയിക്കുന്നത്. പെൺപനിമതികളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ കഥ, കവിത, ലളിതഗാനം, കഥാപ്രസംഗം, പുല്ലാങ്കുഴൽ എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. തന്റെ പരിമിതികളെ ചിറകുകളാക്കി ഉയരാൻ ശ്രമിക്കുന്ന ഈ കുഞ്ഞു കലാകാരനെ നാട്ടുകാരും ചേർത്തുപിടിക്കുന്നു. മാണിക്യത്തുപടി അയൽക്കൂട്ടം സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ബിനു കൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചിരുന്നു. ഇനിയും ഉയരങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ഈ പ്രോഗ്രാമിന് എനിക്ക് കയറി ആദരവ് ലഭിക്കാൻ കാരണമായ അന്നദത്തിനും അമ്പലത്തിനും താങ്ക്സ്. വരവൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് നെടുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 25 കുടുംബങ്ങളുടെ വീട്ടിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ, PK യശോദ, അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ്, കുടിവെള്ള സമിതി പ്രസിഡന്റ് UP സുരേഷ് കുമാർ, സെക്രട്ടറി ഫൗസിയ പൂക്കോയ എന്നിവർ സംസാരിച്ചു. കാറ്റുണ്ടായില്ല, മോന്ത ഇതിന്റെ പേര്. അത് തായ്ലാൻഡിലെ ഒരു പൂവിന്റെ പേരാണത്. ശക്തമായ മണമുള്ള ഒരു പൂവാണ്. അതാണ് അതിന് മോന്ത എന്ന് പേര് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ മഴ പോയ ശേഷം ഇപ്പൊ അത് വീണ്ടും പുതിയൊരു രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ വാർത്ത. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, പക്ഷെ ഒരു തുള്ളി നമുക്കിത് ഭൂമിക്കകത്ത് ഇറങ്ങുന്നില്ല, വേഗം പോവുക. അപ്പോൾ വെള്ളം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്ക് കണക്കിനൊക്കെ 16% മഴ കുറവാണ്. അതുകൊണ്ട് ജാഗ്രത സൂചനയാണ് തന്നത്. വെള്ളം അളവിന് മാത്രം ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ ഗുരുവായൂർ ദേവസ്വം കീഴടമായ കാവീട് കാർത്തിയായനി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകൾക്ക് തുടക്കമായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ.
ഓഗസ്റ്റിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ പരിഹാര നിർദ്ദേശക്രിയകളാണ് പുരോഗമിക്കുന്നത്. ആദ്യ ദിവസത്തെ പരിഹാരക്രിയകൾക്ക് ചെന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗം സി. മനോജ് എന്നിവർ നേതൃത്വം നൽകി. പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരണം പൂർത്തീകരിച്ച ഓഫീസ് ആൻഡ് സ്റ്റാഫ് റൂം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എ.കെ. സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് HM ഓഫീസും സ്റ്റാഫ് റൂമും നവീകരണം പൂർത്തീകരിച്ചത്. എ.കെ. സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് E.K. ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി M.A. ജയചന്ദ്രൻ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി Y.A. അനസ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും PTA SMC ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ SR ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പ്രധാനാധ്യാപിക KV ഫാത്തിമ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിൽ നവംബർ 1 മുതൽ 30 വരെ ലഭ്യമാകുന്ന സൗജന്യ നേത്രപരിശോധനയുടെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ വിളക്കുകൊളുത്തി നിർവഹിച്ചു. ഡോക്ടർ അമ്പിളി, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധി, സെൻട്രൽ മാനേജർ ഫ്രൻസി ഷിജോ എന്നിവരും സന്നിഹിതരായിരുന്നു. കണ്ണിൽ മർദ്ദം കൂടുന്നതുമൂലമുണ്ടാകുന്ന ഗ്ലോക്കോമ രോഗനിർണയം, പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും തിമിര രോഗനിർണയത്തിനും സൗജന്യ പരിശോധന ലഭ്യമാണ്. കൂടാതെ കണ്ണട ഒഴിവാക്കുന്നതിനുള്ള അത്യാധുനിക ചികിത്സാരീതിയായ കോൺട്യൂറ ലാസിക് റാണിമേനോൻ മാക്സി വിഷൻ തൃശൂർ ബ്രാഞ്ചിൽ ലഭ്യമാണ്. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പ്രീ ഡയബറ്റിക് ഐ കെയർ തുടങ്ങിയ ചികിത്സാരീതികളും ലാസിക്, ഫാർമസി, ലബോറട്ടറി തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ക്യാഷ്ലെസ് ഇൻഷുറൻസ്, ESI, KASP, മെഡിസെപ്, CGHS റീഎംബേഴ്സ്മെന്റ് എന്നിവ സ്വീകരിക്കുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 156 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.